കേരളത്തിലെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് വലിയ ചർച്ചാ വിഷയമാണ്. അതിൽ തന്നെ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ അത് കൂടുതൽ ഗുരുതരമാണ്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കെന്ന് പറയുന്നത് 21% പോലും എത്തിയിട്ടില്ല. സെൽഫ് എംപ്ലോയ്മെന്റ് റേറ്റിലേക്ക് വരുമ്പോഴും കാര്യങ്ങൾ പരിതാപകരം തന്നെയാണ്. സർക്കാർ ജോലിയോടും പൊതുവിൽ വൈറ്റ് കോളർ ജോബിനോടുമുള്ള ആഭിമുഖ്യം വളരെ കൂടുതലാണ് കേരളത്തിൽ. അപ്പം നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള, പ്രത്യേകിച്ച് വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകൾ പോലും വീട്ടമ്മമാരായി കഴിയുന്നു എന്നുള്ളത് ഖേദകരം തന്നെയാണ്. എന്നാൽ സർക്കാരാകട്ടെ, കേന്ദ്ര സർക്കാരായിരുന്നാലും കേരള സർക്കാരായിരുന്നാലും വനിതകളുടെ ഉന്നമനത്തിനായിട്ട് ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. സംരംഭക രംഗത്തേക്ക് കടന്നു വന്ന് ഇവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏത് തരത്തിലുള്ള സംരംഭം ആരംഭിക്കുമെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് അതിൻ്റെ വലിപ്പം നിശ്ചയിക്കണം. രണ്ടാമതായിട്ട് ഏത് രംഗത്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വിപണി, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ, സാങ്കേതിക കാര്യങ്ങളൊക്കെ അതിനെ തുടർന്ന് വരുന്ന കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആരംഭിക്കാവുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് നാനോ സംരംഭങ്ങളാണ്. കേരളത്തിലെ നാനോ സംരംഭങ്ങളുടെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് സൂചിപ്പിക്കുന്നത്. അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. വളരെ കുറഞ്ഞ മുതൽ മുടക്കുള്ള സംരംഭങ്ങളെയാണ് നാനോ സംരംഭങ്ങൾ എന്ന് പറയുന്നത്. MSMEയിലെ മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള സംരംഭങ്ങളുടെ ഉപവിഭാഗമാണ് നാനോ എൻ്റർപ്രൈസസ്. വളരെ ചെറുതാണ്. അപ്പോൾ നാനോ എൻ്റർപ്രൈസസിന് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെറുതായി തുടങ്ങാം, വലുതായി വളരാം എന്ന പങ്ക്തിയിൽ നൽകിയിട്ടുണ്ട്. പങ്ക്തി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വിശദമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം.